നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സുഖങ്ങൾ അത് ജനിച്ചപ്പോൾ നമുക്കുള്ളതാണ്. അതങ്ങനെയാണ്, പൂർണ്ണനാണ് മനുഷ്യൻ. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. അതായിരുന്നു നമ്മുടെ പ്രശ്നം. അതാണ് ഈ മനുഷ്യൻ മുഴുവനും ദുഃഖം ഉണ്ടെങ്കിൽ, മനുഷ്യർക്ക് ദുഃഖമുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിലെ ദുഃഖങ്ങളെയും സുഖങ്ങളെയും തിരിച്ചറിയാൻ ശക്തിയില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ സുഖമേ ഉള്ളൂ. നാവിൻ്റെ സുഖം, കണ്ണിൻ്റെ സുഖം, ചെവിയുടെ സുഖം, കാലാവസ്ഥ, ഇതൊക്കെ സുഖങ്ങളാണ്. ഈ ബുദ്ധിയുമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു പൂർണ്ണമായ ഒരു സുഖത്തിലേക്ക് എത്തുക. ഇതിനെ തിരിച്ചറിയാനുള്ള ശക്തി നമുക്കില്ലാതെ പോയി, തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോയി. അതാണ്. അപ്പോൾ ഇത് എവിടുന്ന് പഠിക്കാൻ കഴിയും? ഇതിനാണ് ധ്യാനം പരിശീലിക്കണം എന്ന് പറയുന്നത്. യോഗാസനങ്ങളും നേച്ചുറോപ്പതിയും ഒക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണ്, നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തെങ്കിലും അറിയുവാൻ കഴിയുമോ? ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മൾ പുറത്തുള്ള സ്കാനിങ് റിസൾട്ടോ അല്ലെങ്കിൽ ബ്ലഡ് റിസൾട്ട് അല്ലാതെ ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം, അതിനെ തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് നമുക്ക് ബുദ്ധിയിലുണ്ടല്ലോ, ഒരു ശക്തി ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ, അതിനെക്കുറിച്ച് അറിയണ്ടേ? ഈ പഠനമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കയറ് കെട്ടി വെക്കുന്നതല്ല. ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ നമ്മൾ ഇടപെടണം, അദ്ദേഹത്തോട് എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം, അദ്ദേഹം ഏത് എനർജിയിലാണ് നിൽക്കുന്നത്, ഏത് സംസ്കാരത്തിലാണ് അദ്ദേഹം വളർന്നത്, ഇതൊക്കെ നമുക്കറിയാൻ കഴിയും. ഇങ്ങനെ നമ്മളെ സ്വയം മനസ്സിലാക്കിയിട്ടാണ്, തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ വേറൊരാളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയണം. അല്ലാത്ത പക്ഷം ഉണ്ടല്ലോ, നമുക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. ടാബ്ലറ്റ് വേണ്ടി വരും, സ്ലീപ്പിംഗ് ടാബ് വേണ്ടി വരും. ഉറങ്ങാൻ കഴിയില്ല. കാരണം എന്താ? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ശുദ്ധമാണ്, പവിത്രമാണ്. അതിൻ്റെ മുകളിലേക്ക് എന്താ നമ്മൾ വെക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് വെക്കുന്നത്. മനസ്സിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമ്മൾ പഠിച്ചോ? ഇല്ല. ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചോ? ഇല്ല. എല്ലാം എടുത്ത് ഉള്ളിലേക്ക് വെക്കും. അപ്പോൾ അതെല്ലാം ഇരുന്ന് ആണി പോലെ ഇരുന്ന്, സ്ക്രൂ പോലെ ഇരുന്ന് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പെയിൻ, അതാണ് നിരാശ, സങ്കടം. വ്യക്തികളാണ്, പുറത്താണ് പ്രശ്നമെന്നാണ് നമ്മുടെ ചിന്ത, നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. പുറത്തുനിന്നുള്ള വിഷയങ്ങൾ നമുക്ക് ആവശ്യമില്ലാതെ എടുത്തു വെച്ചു. അതിനെ ഫിൽറ്ററിങ് പ്രോസസ്സ് ഇല്ല, ബുദ്ധിയില്ല. ബുദ്ധിയില്ലാതെ നമ്മളെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെല്ലാം ഇരുന്ന് അവിടെ ഇരുന്ന് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബ്രെയിനിൽ. ആ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഗ്രന്ഥികളിൽ അത് വരും. ഗ്രന്ഥികളിൽ എന്താണ് ഇരിക്കുന്നത്? വെള്ളത്തിൽ കിടക്കുന്ന പോലെയാണ് ഗ്രന്ഥികൾ. അത് പെട്ടെന്ന് രസങ്ങൾ പുറത്തേക്ക് വരുത്തും. അത് ബ്ലഡിലേക്ക് കൊണ്ടുവരും. ബ്ലഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഞരമ്പ് വഴി, നാഡീ ഞരമ്പ് വഴി നമ്മുടെ തലയ്ക്കുള്ളിൽ വന്നിട്ട് നമ്മുടെ വികാരങ്ങളെ മാറ്റിക്കളയും. നമ്മുടെ വികാരങ്ങൾ എന്താ? നമുക്ക് ശാന്തമായിരിക്കണം, എപ്പോഴും സന്തോഷമായിരിക്കണം, കൊച്ചുകുട്ടിയെ പോലെയാണ് നമ്മുടെ മനസ്സങ്ങനെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു? എല്ലാ കലാപങ്ങളും ദുഃഖങ്ങളും നിരാശകളും നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. അതിൻ്റെ രസങ്ങൾ പുറത്തു വന്നാൽ നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും. അപ്പം നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് ജീവിച്ച് തീർക്കാനുള്ളതല്ല. അതിന് നമ്മുടെ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാന്തമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും. ഈ ജന്മം തന്നെ, നമ്മൾ ജനിച്ചത് തന്നെ ഒരു തീരുമാനവും ഒരു അർത്ഥമാണ്. ഒരർത്ഥം വരും. നമ്മൾ ജനിച്ചു, ഒരു അർത്ഥം വരണ്ടേ? ഈ അർത്ഥം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിനെക്കുറിച്ചും അഗാധമായ അറിവുണ്ടാകണം. ആ അറിവ് പഠിപ്പിക്കുന്ന ഒരൊറ്റ വഴിയെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ: ധ്യാനം.